എല്ലാവർക്കും നമസ്കാരം. ഈ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ നിന്നും ഒരു നിർണായകമായ വിധി പുറത്തോട്ട് വന്നിരിക്കുകയാണ്. നമ്മൾക്കൊക്കെ അറിയാം അല്ലേ? കുറേ പേരൊക്കെ ന്യൂസ് കണ്ടു. ആന്ധ്രയിൽ നിന്നുള്ള ഒരു പാസ്റ്റർ അദ്ദേഹത്തെ ജാതി അധിക്ഷേപം നടത്തി, ഉയർന്ന ജാതിയിൽപ്പെട്ട ആരൊക്കെയോ അദ്ദേഹത്തെ ജാതി അധിക്ഷേപം നടത്തി, അദ്ദേഹത്തെ ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. എന്നിട്ട് അത് കോടതി എന്താണ്, ഇദ്ദേഹം മതം മാറിയത് കൊണ്ട് ഇദ്ദേഹം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ പെടുന്നില്ല, അതുകൊണ്ട് ഇദ്ദേഹത്തിന് ആ ഒരു ആനുകൂല്യം ലഭിക്കത്തില്ല എന്ന് പറഞ്ഞ് ഇദ്ദേഹം അങ്ങനെയായിരുന്നു കേസ് ഫയൽ ചെയ്തത്. പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ആൾക്കാരെ ജാതി അധിക്ഷേപം നടത്തി എന്നുള്ള ആ ഒരു നിയമമുണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ഇദ്ദേഹം കോടതിയിൽ കേസ് ഫയൽ ചെയ്തത്. ഓക്കെ, അങ്ങനെ അത് ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതിയിൽ നിന്നും അതിന് പ്രതികൂലമായിട്ട് വിധി വന്നു. അതുപോലെ തന്നെ സുപ്രീം കോടതിയിൽ ചെന്നു. സുപ്രീം കോടതിയിൽ ചെന്നപ്പോഴും സുപ്രീം കോടതി നിർണായകമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഒരാൾ മതം മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പഴയ മതത്തിൻ്റെ ആനുകൂല്യങ്ങൾ, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അങ്ങനെയാണ്, എന്ന് വെച്ചാൽ പഴയ മതത്തിൻ്റെ ആനുകൂല്യങ്ങളും അദ്ദേഹത്തിന് എന്തിനാണ് ലഭിക്കുന്നത്, എന്തിനാണ് കിട്ടുന്നത്? പ്രത്യേകിച്ച് ക്രിസ്ത്യൻ പോലെയുള്ളൊരു സമുദായത്തിലും മതനിരപേക്ഷത എന്ന് വെച്ചാൽ എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരു സ്വഭാവമാണ് ക്രിസ്ത്യാനിക്കുള്ളത്. അപ്പോൾ പിന്നെ എന്തിനാണ് ആ ഒരു ആനുകൂല്യം, നിങ്ങൾക്ക് ആ ആനുകൂല്യം നിലനിൽക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് സുപ്രീം കോടതിയുടെ വിധി വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഓർക്കുക, നമ്മൾ എന്തിനാണ് നമ്മൾ ഈ കർത്താവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്? നമ്മൾ പഴയത് വിട്ടിട്ടാണ് വരുന്നത് അല്ലേ? പഴയതെല്ലാം വിട്ടിട്ട് നമ്മളൊരു പുതു സൃഷ്ടിയായിട്ട് മാറുകയാണ്. എന്ന് വെച്ചാൽ ക്രിസ്തുവിൻ്റെ രാജ്യത്തിലേക്ക് പുതിയ നിയമ ഇസ്രയേലായിട്ട് നമ്മൾ രൂപപ്പെട്ടിരിക്കുകയാണ്, നമ്മൾ മാറിയിരിക്കുകയാണ്. ഇനി പഴയതിൻ്റെ ആനുകൂല്യം പറക്കിക്കൊണ്ട് നടക്കാനാണെങ്കിൽ അതിനകത്ത് കിടന്നാൽ പോരെ, നമ്മൾ ഇങ്ങോട്ട് വരേണ്ട കാര്യമുണ്ടോ? വരേണ്ട കാര്യമില്ലല്ലേ? അപ്പോൾ നിങ്ങൾക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ വരും, നമ്മൾ എന്തോരം കഷ്ടപ്പാടിലൂടെയൊക്കെ പോകുന്നുണ്ട്, അപ്പോൾ നമ്മൾക്ക് ഈ ലോകത്തിൽ ലഭിക്കേണ്ട, അല്ലെങ്കിൽ നമ്മളായിരിക്കുന്ന രാജ്യത്തിൽ നമ്മൾ നിൽക്കേണ്ട ആനുകൂല്യങ്ങളൊക്കെ നമ്മൾക്ക് ലഭിക്കണം. ഓക്കെ ഫൈൻ, അതെല്ലാം നമ്മൾക്ക് ആവശ്യമാണ്. പക്ഷേ നമ്മൾ ഇട്ടിട്ട് പോകുന്ന ആ ജാതിയിലുള്ള ആനുകൂല്യങ്ങൾ തന്നെ നമ്മൾക്ക് ലഭിക്കണമെന്ന് നമ്മൾ വാശി പിടിക്കാൻ പാടുണ്ടോ? ഇല്ല. നമ്മൾക്ക് ജനറൽ കാറ്റഗറിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്മൾക്ക് റേഷൻ കാർഡുണ്ട്, അതുപോലെയുള്ള ആനുകൂല്യങ്ങൾ, വാർദ്ധക്യ പെൻഷൻ, അതുപോലെയുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾക്ക് അതിനൊക്കെ നമ്മൾക്ക് അപേക്ഷിക്കുവാനുള്ള കാര്യമുണ്ട്. പക്ഷേ നമ്മളൊരു മതം വിട്ട് വേറെ ഒന്നിനകത്തോട്ട്, അതായത് പഴയത് കളഞ്ഞ് നമ്മൾ പുതിയതിനകത്തോട്ട് വന്നു കഴിഞ്ഞപ്പോൾ എന്തിനാണ്? നിങ്ങൾ പറയും പെന്തക്കോസ്ത് ഒരു മതമല്ല. സത്യമാണ്, പെന്തക്കോസ്ത് ഒരു മതമല്ല. പക്ഷേ പെന്തക്കോസ്ത് മതമല്ലെങ്കിൽ നമ്മൾ ആരായി തീർന്നു? നമ്മളൊരു യേശുക്രിസ്തുവിൻ്റെ അനുയായിയായി, ഒരു ക്രിസ്ത്യാനിയായി തീർന്നു അല്ലേ? അപ്പോൾ നമ്മളിനി പഴയതിൻ്റെ ചരിത്രം ഇരിക്കേണ്ട കാര്യമുണ്ടോ? ആ പഴയതിൻ്റെ ചരിത്രം പറയാൻ പോയാലത്തെ കുഴപ്പം എന്താണെന്നറിയാമോ? ആ പഴയതിനകത്ത് കിടന്ന അതേ പാരമ്പര്യം നമ്മളെ പിന്തുടർന്നു കൊണ്ടേയിരിക്കും. ഓർക്കുക, നമ്മൾ എന്താണ്, നമ്മൾ ദൈവത്തിൻ്റെ അടുത്തോട്ട് വന്നു കഴിയുമ്പോൾ ദൈവം നമ്മൾക്ക് വേണ്ടുന്നതൊക്കെ ഒരുക്കി തരുമെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കണം. കാരണം നമ്മളുടെ ദൈവം ആരാ? നമ്മളുടെ ദൈവം അത്ഭുത മന്ത്രിയാണ്. ഈ അത്ഭുത മന്ത്രി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു വകുപ്പ് മാത്രം കൈകാര്യം ചെയ്യുന്നതല്ല, എല്ലാ വകുപ്പുകളും കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾക്ക് പ്രത്യേകിച്ച് ഒരു ആനുകൂല്യത്തിന് വേണ്ടി നമ്മൾ രാഷ്ട്രീയക്കാരുടെ പുറകെയോ അല്ലെങ്കിൽ കോടതികളിൽ കയറി ഇറങ്ങേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ ഫൈൻ, ഒരു പൗരൻ എന്ന നിലയിൽ അദ്ദേഹത്തെ അധിക്ഷേപിച്ചു, അദ്ദേഹത്തെ ഉപദ്രവിച്ചു, അതിൻ്റെ കേസിന് ഫയൽ ചെയ്യാം. പക്ഷേ അദ്ദേഹം ജാതി, അതായത് അദ്ദേഹം വിട്ടിട്ട് പോകുന്ന ആ ജാതിയുടെ ആനുകൂല്യം ലഭിക്കണമെന്ന് പറഞ്ഞ് കോടതിയെ കബളിപ്പിക്കാൻ ചെന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ ചെല്ലേണ്ട കാര്യമുണ്ടോ? ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല അല്ലേ? അങ്ങനെ ചെന്നതുകൊണ്ട് ഇനിയിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നവർക്കുള്ള ആനുകൂല്യങ്ങൾ പോലും നിന്നു പോകുമെന്നുള്ളതാണ് ഇതിനകത്തെ മറ്റൊരു വസ്തുത എന്ന് പറയുന്നത്. ഓർക്കുക, നമ്മളുടെ വിശുദ്ധ ബൈബിൾ എന്താ പഠിപ്പിക്കുന്നത്? വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുകയാണ്, നേരോടെ നടക്കുന്നവർക്ക് അവനൊരു നന്മയും മുടക്കത്തില്ല. ഇത് വചനത്തിനകത്ത് കിടന്നിരിക്കുന്ന ഒരു വാക്യമാണ് കേട്ടോ. നമ്മുടെ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തമാണ്, നേരോടെ നടക്കുന്നവർക്ക് അവനൊരു നന്മയും മുടക്കത്തില്ല എന്നുള്ളത് ദൈവത്തിൻ്റെ വചനമാണ്. അപ്പോൾ നമ്മൾക്ക് നന്മകൾ മുടങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ ഓർത്തോണം, നമ്മൾ നേരോടെ അല്ല നമ്മുടെ നടപ്പ് നമ്മൾ നേരെയാക്കിയാൽ മതി. എന്ന് വെച്ചാൽ രണ്ട് തോണിയിൽ കാല് വെച്ചിട്ട് നമ്മൾ യാത്ര ചെയ്യുവാൻ ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വീഴും. കാരണം ഈ കാറ്റും തിരയും ഒക്കെ അടിച്ചു കഴിയുമ്പോൾ രണ്ട് തോണിയും രണ്ട് വഴിക്ക് പോകും. അവസാനം അത് ഈ രണ്ട് തോണിയിൽ കാല് വെച്ചിരിക്കുന്ന ആൾ എന്ത് ചെയ്യും? നടുക്കടലിലോട്ട് വീഴും. ഇതാണ് ഈ രണ്ട് തോണിയിൽ കാല് വെക്കുന്നവരുടെ അവസ്ഥ. എന്ന് വെച്ചാൽ നീ യേശുക്രിസ്തുവിനെ പിന്തുടരുവാൻ ഇറങ്ങി പുറപ്പെട്ടുവെങ്കിൽ പഴയതൊക്കെ വിട്. പഴയതിൻ്റെ പുറകെ പോകേണ്ട കാര്യമില്ല. പഴയ മതത്തിൻ്റെ ആനുകൂല്യങ്ങൾ വേണ്ട, പഴയ മതത്തിൻ്റെ ആചാരങ്ങൾ വേണ്ട, പഴയ മതം വിട്. നീ ദൈവത്തിൽ ആശ്രയിക്കും. അപ്പോൾ നിനക്ക് വേണ്ടുന്നതൊക്കെ ദൈവം ഒരുക്കി തരും. പിന്നെ നമ്മൾ ഈ ദൈവം നന്മ ഒരുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും വിചാരിക്കും, അയ്യോ എനിക്ക് അംബാനീനെ പോലെയുള്ള വലിയ ധനാഠ്യം ഞാൻ ആയില്ല, അല്ലെങ്കിൽ എനിക്ക് BMW കാറില്ല, അല്ലെങ്കിൽ എനിക്ക് വലിയ ഓടി കാറില്ല. അങ്ങനത്തേനൊന്നും അല്ല കേട്ടോ ദൈവം പറഞ്ഞിരിക്കുന്നത് ഉണ്ണാനും ഉടുക്കാനും എല്ലാം നിൻ്റെ ആവശ്യങ്ങൾക്കൊന്നിനും മുട്ടുവരത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ
അതിനെ ആർഭാടമായിട്ട് ഞാൻ നടത്താമെന്നൊന്നും ദൈവം പറഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ നമ്മൾക്ക് വേണ്ടത് ഉണ്ണാനും ഉടുക്കാനുമുള്ളത്, നമ്മളുടെ ആവശ്യങ്ങൾക്കുള്ളതെല്ലാം ദൈവം ഒരുക്കി തരിക തന്നെ ചെയ്യുമെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ഇനി പഴയ നമ്മൾ വിട്ടിട്ട് പോകുന്ന മതം അല്ലേ, അതിനെ പിന്തുടർന്നാലത്തെ കാര്യം എന്താണെന്നറിയാമോ? വിശുദ്ധ ബൈബിളിനകത്ത് നമ്മൾക്ക് കാണാം, ജോഷുവയുടെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾക്കൊരു കാര്യം അവിടെ കാണുവാനായിട്ട് കഴിഞ്ഞു അല്ലേ. അവിടെ എന്താണ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്, ആ മിസ്രൈമിൽ അല്ലെ, മിസ്രൈമിൽ നിന്ന് വന്നിരിക്കുന്ന യേശുക്രിസ്തു ദൈവം, യഹോവയാം ദൈവം മോശയിലൂടെ ഇറക്കിക്കൊണ്ടുവന്ന ജനമുണ്ടല്ലോ, ആ ജനത്തെ ചെങ്കടൽ കടത്തി അക്കരെ കിടത്തി. അക്കരെ എവിടെ കിടത്തി? അവരെ മരുഭൂമിയിലോട്ട് കൊണ്ടുവന്നു അല്ലെ. മരുഭൂമിയിലൂടെ ദൈവം അവരെ ഇങ്ങനെ പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ മന്ന കൊടുത്തു, അവർ വെള്ളം ചോദിച്ചപ്പോൾ വെള്ളം കൊടുത്തു, അവർക്ക് കാടപക്ഷിയെ കൊടുത്തു, ഇതിനെല്ലാം കൊടുത്തിങ്ങനെ പരിപോഷിപ്പിച്ച് വന്നുകൊണ്ടിരിക്കുക ദൈവം അല്ലേ. രാത്രിയിൽ അഗ്നിസ്തംഭവുമായിട്ടും പകൽ മേഘസ്തംഭവുമായിട്ടും ഒക്കെ ഇവരുടെ പുറകെ ദൈവമുണ്ട്, ഇവരുടെ കൂടെ ദൈവമുണ്ട്. അത്രയും സംരക്ഷിച്ച ദൈവത്തെ ഇവർ വീണ്ടും വീണ്ടും പരീക്ഷിക്കുകയും പിറുപിറുക്കുകയും വിശ്വാസം നഷ്ടപ്പെടുത്തുകയും ഒക്കെ ചെയ്തപ്പോൾ ദൈവം എന്ത് ചെയ്തു? ആ ജനത്തോട് നീരസം തോന്നി. അവർ പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ ദൈവത്തിനും ആ ജനത്തോട് നീരസം തോന്നി അവരെ മരുഭൂമിയിൽ അവർ തീർന്നു പോകുവാനിടയായി അല്ലേ. അതിനുശേഷം അടുത്ത ഒരു ജനറേഷൻ, അതായത് പഴയ ജനറേഷനിൽ ജോഷുവയും കാലേബും ഒഴിച്ച് ബാക്കി എല്ലാവരും പഴയ ജനറേഷനിൽ തീർന്നുപോയി. അത് കഴിഞ്ഞൊരു പുതിയ ജനറേഷനുമായിട്ടാണ് ആര് യാത്ര തുടങ്ങുന്നത്? ജോഷുവ യാത്ര തുടങ്ങുന്നത് അല്ലേ. എന്നിട്ട് അവരെവിടെ ചെന്നു? അവർ നമ്മുടെ ജോർദാൻ നദിയുടെ മുൻപിൽ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾക്കറിയാമല്ലേ, പുരോഹിതന്മാർ പെട്ടകം വഹിച്ചുകൊണ്ട് അവിടെ നിന്നപ്പോൾ അപ്പോൾ അതിനകത്ത് ജോർദാനിൽ കാല് ചവിട്ടിയപ്പോൾ ജോർദാൻ രണ്ടായി വഴിമാറി അല്ലേ. വഴിമാറിയിട്ട് ഇവർ അക്കരെ കടന്നു. അതൊക്കെ നമ്മൾ അറിഞ്ഞു അല്ലേ. ചിറ പോലെ വെള്ളം നിന്നു, ഇവർ അക്കരെ കടന്നു. അക്കരെ കടന്നിട്ട് അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് നമ്മൾക്കറിയാം അല്ലേ. അവിടെ ദൈവം ജോഷുവയോട് പറഞ്ഞു, നീ എന്ത് ചെയ്യണം? നീ ഒരു കനൽക്കത്തി ഉണ്ടാക്കാൻ പറഞ്ഞു. എന്നിട്ട് കനൽക്കത്തി ഉണ്ടാക്കിയിട്ട് ഈ ജനത്തെ മുഴുവൻ ആണുങ്ങളായിട്ടുള്ളവരെല്ലാം എന്ത് ചെയ്യണം? പരിച്ഛേദന കഴിക്കാൻ പറഞ്ഞു. എന്ന് വെച്ചാൽ അവർ പുതിയ അന്നത്തെ കാലഘട്ടത്തിൽ പരിച്ഛേദനയായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. ഇന്ന് നമ്മൾക്ക് സ്നാനപ്പെടലാണ്, അന്ന് പരിച്ഛേദന. ഓക്കെ, അപ്പോൾ ഇവരെ പരിച്ഛേദന കഴിക്കണം. കാരണം ഇവരാരും പരിച്ഛേദന കഴിച്ചിട്ടില്ലായിരുന്നു, അതുകൊണ്ട് ഇവരെ പരിച്ഛേദന കഴിക്കണം. ഓർക്കുക, പഴയ അതിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ, മിസ്രൈമിൽ നിന്ന് വന്നു കഴിയുമ്പോൾ അവരെവിടെയായിരുന്നു? ചെങ്കടൽ എന്ന് പറഞ്ഞാൽ ആ ചെങ്കടലിലൂടെ അവർ കടന്നപ്പോൾ അവർക്ക് അത് സ്നാനത്തിനൊരു മുൻകൂർ എന്ന പറഞ്ഞിരിക്കുന്നത് അല്ലേ. പുതിയ നിയമത്തിൽ നമ്മൾക്കത് കാണാം, അത് ലേഖനത്തിൽ കാണാം. അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചിരിക്കുന്നത്? അത് കഴിഞ്ഞിട്ടുണ്ടായ ഒരു തലമുറയാണല്ലേ. അപ്പോൾ അവർക്ക് എന്താണ്? ആ ഒരു വിശ്വാസത്തിലെ ആ ഒരു സ്നാനം അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല. അതേസമയം ജോർദാൻ കടന്നു കഴിഞ്ഞപ്പോൾ എന്തായി? അതിനുശേഷം അവർക്ക് ഒരു പരിച്ഛേദന എന്നൊരു ഘട്ടം ദൈവം അവരുടെ ജീവിതത്തിൽ കൊടുത്തു അല്ലേ. എന്നിട്ട് ആ പരിച്ഛേദന നടത്തി കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ന് മിസ്രൈമിലെ നിന്ദ ഞാൻ നിങ്ങളിൽ നിന്നും നീക്കിക്കളഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ അതുവരെ അവരുടെ മേലെ എന്തുണ്ടായിരുന്നു? മിസ്രൈമിലെ നിന്ദയുണ്ടായിരുന്നു. എന്തായി മിസ്രൈമിലെ നിന്ദ? മിസ്രൈമിലെ നിന്ദ എന്ന് പറഞ്ഞാൽ മിസ്രൈമിൽ ഇവരുടെ സ്ഥാനം എന്തായിരുന്നു? ഇവർ അടിമകളായിരുന്നു. ഓക്കെ, എന്ന് വെച്ചാൽ മിസ്രൈമ്യരുടെ അടിമയായിരുന്നു ആരെ? ഇസ്രായേൽ മക്കൾ. അപ്പോൾ അതുകൊണ്ട് ആ അടിമ എന്നുള്ള നിന്ദ അത് ഞാൻ എന്ത് ചെയ്തിരിക്കുക? ഞാനങ്ങ് നീക്കിക്കളഞ്ഞിരിക്കുക. എപ്പോഴാണ് നീക്കിക്കളഞ്ഞത്? അതുകൊണ്ട് അതെന്താ അങ്ങനെ പറഞ്ഞേ? അതുവരെ ഇപ്പോൾ നിന്ദ നീക്കിയിട്ടുണ്ടായിരുന്നില്ലേ? ഇല്ല, ഇപ്പം ന്യൂ ജനറേഷൻ്റെ മേലെ വന്ന് നിന്ദ കിടക്കുക. കാരണം അവരുടെ മേലെ എന്താ കിടക്കണേ? ആ മിസ്രൈമിൻ്റെ ആധിപത്യം കിടക്കുക. അവരെന്ത് ചെയ്തിട്ടില്ല? പഴയ അവരുടെ തലമുറ എന്തായി? അവർ ചെങ്കടൽ പിളർന്നു കഴിഞ്ഞ് അവർ അക്കരെ കടന്നപ്പോൾ അവർ സ്നാനത്തിനൊരു മുൻകൂറി അല്ലേ, അവരതിൽ സ്നാനപ്പെട്ടു എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പുതിയ തലമുറ അതിനകത്തൂടെ കടന്നില്ല. അത് കഴിഞ്ഞിട്ട് മരുഭൂമിയിലുണ്ടായ തലമുറയാണ് അല്ലേ. അപ്പോൾ അവരെ എന്താണ് ഇത് നടത്തി കഴിഞ്ഞപ്പോൾ, പരിച്ഛേദന നടത്തി കഴിഞ്ഞപ്പോഴാണ് ഇവരെന്തായത്? ദൈവത്തിൻ്റെ തുരുത്തികളായിട്ട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിൻ്റെ ആ ഒരു പവറിലേക്ക് അവർ വന്നത് അല്ലേ. അവരെ വാഗ്ദത്ത ദേശത്തിലേക്ക് അവർ കാല് ചവിട്ടിയത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, അതുവരെ ഇവരുടെ മേൽ എന്തുണ്ടായിരുന്നു? ആ മിസ്രൈമിൻ്റെ നിന്ദയുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ മിസ്രൈം അടിമ എന്നാണ് അതുവരെയുള്ള അവരുടെ ലേബല്. അത് ദൈവം എന്താ ചെയ്തേ? അങ്ങ് മാറ്റിക്കളഞ്ഞു അല്ലേ. അവർ പരിച്ഛേദന ഏറ്റപ്പോൾ അതങ്ങ് മാറ്റിക്കളഞ്ഞു. അപ്പോൾ ഓർക്കുക, ഇവിടെയും അതുപോലെ തന്നെയാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മളുടെ പഴയ ചരിത്രങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പഴയ കടന്ന ആ ഒരു പാരമ്പര്യം അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, നമ്മുടെ ഏത് സമുദായത്തിലായിരുന്നു അതങ്ങ് മാറിപ്പോയിട്ട് നമ്മൾ പുതിയ ഒരു യേശുക്രിസ്തുവിൻ്റെ അനുയായി എന്നുള്ള പുതിയൊരു ലേബലിലോട്ട് നമ്മൾ വന്നു കഴിഞ്ഞു. ഇനി ആ പഴയതിൻ്റെ പുറകെ നമ്മൾ പോകേണ്ട കാര്യമുണ്ടോ? പോകേണ്ട കാര്യമില്ല. നിങ്ങൾക്കിത് അതിൻ്റെ ആത്മീയ മർമ്മം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി ഒന്ന് ശ്രദ്ധ വെച്ച് കേൾക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ സ്നാനപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ പുതിയ സൃഷ്ടിയായിട്ട് മാറി. അപ്പോൾ പഴയ എന്താ പറയുക, ആ ഒരു ജാതി ഒന്നും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് പാടില്ല. അപ്പോൾ നിങ്ങൾ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, ഇന്ന് ബന്ധപുസ്തകാരെ ജാതി നോക്കുന്നുണ്ടല്ലോ, അത് എന്ന് വെച്ചാൽ സ്നാനപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ജലസ്നാനം ഏറ്റതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഇല്ല, നമ്മളുടെ ഹൃദയത്തിൽ കൂടി ആ ഒരു പുതുക്കം ഉണ്ടാകണം. അതില്ലാത്തവർ വീണ്ടും പഴയതും പറഞ്ഞുകൊണ്ടിരിക്കും.
അവൻ അവിടെ തന്നെ കിടക്കത്തേ ഉള്ളൂ. അവൻ്റെ മുൻപിലോട്ട് എന്ത് വരത്തില്ല. പുതിയ നിയമ ഇസ്രായേലിൻ്റെ അല്ലെങ്കിൽ പുതിയ നിയമ ക്രിസ്ത്യാനിയുടെ യാതൊരു അനുഗ്രഹങ്ങളും അവൻ്റെ ജീവിതത്തിൽ വരത്തില്ല. അവൻ പഴയതുകൊണ്ട് അവിടെ തൃപ്തിപ്പെടത്തേ ഉള്ളൂ. മനസ്സിലായില്ലേ? ജാതി പറയുന്നവർക്ക്, പെന്തക്കോസ്തിൽ വന്നിട്ട് ജാതി പറയുന്നവർക്കുള്ള ദൈവത്തിൻ്റെ ഒരു 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 വാണിംഗ് തന്നെയാണ് അത്. അവൻ പഴയതിനകത്ത് കിടന്നങ്ങ് ഉരുണ്ട് പിടച്ച് അങ്ങനെ തീരത്തേ ഉള്ളൂ. അവനിൽ ദൈവത്തിൻ്റെ ആ ഒരു നിത്യതയിലേക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ പുതിയ നിയമ ഇസ്രായേലിലോട്ടുള്ള അവൻ്റെ കാൽവെപ്പിന് ആധാരം എന്താണ്? ഇവൻ പഴയത് വിട്ട് ഇവന് പുതിയത് തിരഞ്ഞെടുക്കണം അല്ലേ? അതിനകത്ത് നമ്മുടെ സ്നാനപ്പെട്ടത് കൊണ്ട് മാത്രമല്ല, നമ്മുടെ ഹൃദയം കൂടെ അതിനായിട്ട് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. ഓക്കെ, അതാണ് ഹൃദയത്തിൽ പരിച്ഛേദന എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ ആക്ഷരികമായ പരിച്ഛേദന നടന്നുവെങ്കിൽ ഇവിടെ നമ്മുടെ പരിച്ഛേദന എവിടെയാണ് നടക്കുന്നത്? ഹൃദയത്തിലാണ് പരിച്ഛേദന നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇനി അടുത്തത് നമ്മൾക്കറിയാം, ഈ നമ്മുടെ മോശ അല്ലേ, മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ മക്കളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇത് ദൈവം എന്നോട് ഈ ഒരു കാര്യം ഞാനിങ്ങനെ സംസാരിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് അതിനെക്കുറിച്ച് ഇങ്ങനെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്, എന്ന് വെച്ചാൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് തന്ന ഒരു 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 ഉൾക്കാഴ്ചയാണ്. അതാണ് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത് കേട്ടോ. നമ്മൾക്കറിയാം, ഈ മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ മക്കളെ ദൈവം കൊണ്ടുവന്നു അല്ലേ. കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ദൈവം അവരെ ഇറക്കിക്കൊണ്ട് വന്നപ്പം ഇവർക്ക് എന്താണ്? ഇവർക്ക് വിശന്നു അല്ലേ. വിശന്നപ്പോൾ ഇവരെന്താണ്? മോശയോട് ഭക്ഷണം ചോദിച്ചപ്പോൾ ദൈവം എന്ത് ചെയ്തു? ഇവർക്ക് മന്ന കൊടുത്തു. അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ, ഇതെന്താ ദൈവത്തിന് അറിഞ്ഞുകൂടായിരുന്നു ഇവർക്ക് വിശക്കുന്നു? ദൈവത്തിന് അറിയാം. എന്തുകൊണ്ടാണ് പിന്നെ ഇവർ ചോദിക്കാൻ നിന്നത്? അത് ദൈവത്തിൻ്റെ ഒരു സ്വഭാവം. ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തോട് ചോദിക്കണം. ഞാൻ ഏതോ ഒരു വീഡിയോയിൽ, ഇതിന് മുൻപ് 1-2 വീഡിയോയിൽ ഞാൻ എൻ്റെ ഒരു അനുഭവ സാക്ഷ്യം പോലെ ഞാൻ ചെറുതായിട്ടൊന്ന് തൊട്ട് വിട്ടിട്ടുണ്ടായിരുന്നല്ലേ. ഞാൻ വിശ്വാസത്തിൽ വന്ന സമയത്ത് ഞാൻ ആദ്യം കേൾക്കുന്ന ദൈവശബ്ദമാണ്. എന്ന് വെച്ചാൽ ഒരു മനുഷ്യന് സംസാരിക്കുന്നത് പോലെ ദൈവം എന്നോട് സംസാരിച്ചതാണ്. എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ രാവിലെ പ്രാർത്ഥന കഴിഞ്ഞപ്പം ദൈവം എന്നോട് സംസാരിച്ചൊരു വാക്യമായിരുന്നു. ഇതാ എന്നോട് സംസാരിച്ചത്, മക്കളെങ്കിലും അവകാശികളാണ്, നീ ചിലതൊക്കെ എന്നോട് ചോദിക്കുന്നു. എന്നോട് ഇങ്ങോട്ട് സംസാരിച്ച സൗണ്ടാണ്. അന്ന് ഞാനൊന്നും ചോദിച്ചില്ല. ഞാൻ പറഞ്ഞു, കർത്താവേ അങ്ങേക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇങ്ങ് തന്നാൽ മതി, വാക്തത്വങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങ് തന്നാൽ മതി എന്ന് പറഞ്ഞ് അന്നൊന്നും ചോദിച്ചില്ല. കാരണം അതിൻ്റെ ആ ഒരു മർമ്മം എനിക്ക് അന്ന് വെളിപ്പെട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇവിടെ നമ്മൾക്കറിയാം, അവർ വിശന്നപ്പോൾ ഭക്ഷണം ചോദിച്ചപ്പോൾ ദൈവം എന്ത് ചെയ്തു? അവർക്ക് മന്ന കൊടുത്തു. അപ്പോൾ ഈ മന്ന കൊടുത്ത ദൈവത്തിന് ഇവർക്ക് ദാഹിക്കുമെന്ന് അറിഞ്ഞുകൂടെ? അറിയാം. ഇവർ വീണ്ടും എന്താണ്? മോശയോട് പറഞ്ഞു, ഞങ്ങൾക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് വെള്ളം കൊടുത്തു. അവർക്ക് കാടപ്പക്ഷിയെ വേണമെന്ന് പറഞ്ഞു. ദൈവം അവർക്ക് കാടപ്പക്ഷിയെ കൊടുത്തു അല്ലേ. ഇനി അതിനുശേഷം നമ്മൾക്കറിയാം, ഏലിയാവിൻ്റെ ചരിത്രത്തിലോട്ട് വന്നു കഴിയുമ്പോൾ ഏലിയാവ് ദൈവത്തോടൊന്നും ചോദിച്ചില്ല. അതെന്തുകൊണ്ടാണെന്നറിയാം? അതിൻ്റെ തലം രണ്ടും വേറെയാണ്. ഇവിടെ എന്താന്ന് വെച്ചാൽ അവരെ ദൈവമക്കളാക്കി അങ്ങ് ദൈവം വിളിച്ചാക്കിയത്, ദൈവത്തിൻ്റെ സ്വന്തം ജനമായിട്ട്. ദൈവത്തിന് നിങ്ങളെനിക്ക് പുത്രന്മാരും പുത്രിമാരും വന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ പുത്രനെയും പുത്രിയും ആയിരിക്കുന്നിടത്തോളം കാലം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ദൈവത്തോട് ചോദിക്കണം. ചോദിക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതേസമയം ഏലിയാവിൻ്റെ ചരിത്രത്തിലോട്ട് വന്നു കഴിയുമ്പോൾ ഏലിയാവ് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആൾ ഇനി എന്തുണ്ടാകത്തില്ല, ഈ ദേശത്ത് മഞ്ഞും മഴയും ഒന്നും ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു അല്ലേ. എന്നിട്ട് ഏലിയാവിനോട് ദൈവം പറഞ്ഞു, നീ പോയിട്ട് ഒളിച്ചിരിക്കാൻ പറഞ്ഞു. എവിടെയാണ് പോയി ഒളിച്ചിരുന്നത്? കെരീത് തോട്ടിലായിരുന്നു. അവിടെ ഏലിയാവ് ദൈവത്തോടൊന്നും ചോദിച്ചില്ല. പക്ഷേ ദൈവം എന്താ ചെയ്തത്? കാക്കയുടെ വായിൽ അപ്പവും ഇറച്ചിയും കൊടുത്തു വിട്ടു അല്ലേ. എന്നിട്ട് കെരീത് തോട്ടിലെ വെള്ളം കുടിച്ച് നീ എന്ത് ചെയ്തോണം? ദാഹം അകറ്റിക്കോണം എന്ന് പറഞ്ഞു അല്ലേ. എന്ന് വെച്ചാൽ ഭക്ഷണം ദൈവം ഏലിയാവ് ചോദിക്കാതെ തന്നെ ദൈവം അവിടെ ഒരുക്കി കൊടുത്തു. അവിടെ ഏലിയാവ് ആരാ? ദൈവത്തിൻ്റെ അഭിഷിക്തനാണ് അല്ലേ. അഭിഷിക്തൻ എന്തിനാ ചെയ്യുന്നത്? ദൈവത്തിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ. അപ്പോൾ അവിടെ ദൈവം ഒരുക്കി കൊടുത്തു. ഇപ്പറ എന്താണ്? അത് കഴിഞ്ഞ് വിധവയുടെ അടുത്തോട്ട് പോയി അല്ലേ. വിധവയുടെ അടുത്തോട്ട് ആ കെരീത് തോട്ടിൽ എന്ന് വെച്ചാൽ അപ്പവും, കാക്ക കൊണ്ട് കൊടുക്കുന്ന അപ്പവും ഇറച്ചിയും ആ കെരീത് തോട്ടിലെ വെള്ളവും ഉള്ളൂ അല്ലേ. അത് കഴിഞ്ഞ് വിധവയുടെ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഏലിയാവ് പറഞ്ഞു, നീ എനിക്കൊരു കൊച്ചടയുണ്ടാക്കി തരാൻ പറഞ്ഞല്ലേ. അപ്പോൾ അവിടെ ഇല്ല, തീർന്നു പോയി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഏലിയാവ് എന്താ പറഞ്ഞു? നിൻ്റെ കലത്തിലെ മാവ് കുറഞ്ഞു പോകത്തില്ല, ഭരണിയിലെ എണ്ണ തീർന്നു പോകത്തില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അതിൻ്റെ അർത്ഥം എന്താണ്? എപ്പോഴും മാവും എണ്ണയും മാത്രമാണോ? അല്ല. എന്ന് വെച്ചാൽ ആ വീട്ടിൽ ആഹാരത്തിന് മുട്ടു വരത്തില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം അല്ലേ. അപ്പോൾ അവിടെ ഏലിയാവിന് കുറച്ചും കൂടെ ശ്രേഷ്ഠമായ ഭക്ഷണം അവിടെ ലഭിച്ചു എന്ന് നമ്മൾക്ക് അങ്ങ് വിശ്വസിക്കാം. നമ്മുടെ ആത്മീയ കണ്ണിൽ നമ്മൾക്ക് അങ്ങനെ അങ്ങ് വിശ്വസിക്കാം. ഓക്കെ, ഇനി അത് കഴിഞ്ഞു അല്ലേ. അവിടുത്തത് കഴിഞ്ഞു. ഏലിയാവ് തീയൊക്കെ ഇറക്കി അല്ലേ. ദൈവം പിന്നെ പോയിട്ട് ആഹാബിന് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു ഏലിയാവിനോട്. തീ ഇറക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അഭിഷിക്തൻ എവിടെ പോയി കിടന്നു? ചൂരച്ചെടിയുടെ ചൂട്ടിൽ പോയി കിടന്നു. എന്താ? ഇസബേലിൻ്റെ ഭീഷണി കേട്ടപ്പം പുള്ളി ഞെട്ടിപ്പോയി. എന്നിട്ട് എവിടെ പേടിച്ചിട്ട് എവിടെ പോയി കിടക്കുക? ചൂരച്ചെടിയുടെ ചൂട്ടിൽ പോയി കിടക്കുക. അവിടെ എന്താ സംഭവിച്ചത്? അവിടെ ഏലിയാവിന് ഭക്ഷണവും അടയുമായിട്ട് എവിടുന്നാ വന്നേ? കാക്കയാണോ വന്നേ? അല്ല. വിധവയാണോ വന്നേ? അല്ല. വേറെ ആരാ വന്നേ? സ്വർഗത്തിൽ നിന്ന്, സ്വർഗത്തിലെ കനലിൽ ചുട്ടെടുത്ത അടയുമായിട്ട് അവിടെ വന്നിരിക്കുന്നു. ദൂതനെ ദൈവം ഇറക്കി വിട്ടിരിക്കുന്നത് അല്ലേ. എന്നിട്ട് ദൈവം തന്നെ അവിടെ വന്നു. അപ്പോൾ ഓർക്കുക, ആദ്യം കെരീത് തൊട്ടിലെ അത് കുറച്ചും കൂടെ എന്താ പറയുക, ഒരിച്ചിരി ഞെരുക്കമുണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം കാക്കയുടെ വായിൽ കൊള്ളുന്ന അപ്പമല്ലേ കൊണ്ട് കൊടുക്കത്തുള്ളൂ. അതൊരു ദേവദാസൻ പറയുന്നത് ഞാൻ കേട്ടതാണ്. ഓക്കെ, കാക്കയുടെ വായിൽ കൊള്ളുന്ന അപ്പമാണ് കൊണ്ട് കൊടുത്തത്. ഇനി ഇപ്പറ എന്താണ്?
ഇപ്പറേ വിധവയുടെ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചും കൂടെ ശ്രേഷ്ഠമായ ഭക്ഷണം അല്ലേ. അത് കഴിഞ്ഞ് ചൂരച്ചെടിയുടെ ചൂട്ടിലോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും ശ്രേഷ്ഠമായ ഭക്ഷണം എന്ന് വെച്ചാൽ സ്വർഗീയ ഭോജനം തന്നെ കൊടുത്ത് അഭിഷിക്തനെ അങ്ങ് പോറ്റി അല്ലേ. ഓർക്കുക, ആദ്യത്തത് ഇസ്രായേൽ മക്കൾ ചോദിച്ചപ്പോഴാണ് ദൈവം കൊടുത്തത്. അവിടെ ചോദിച്ചപ്പോൾ കൊടുക്കാൻ കാരണം എന്താ? പുത്രനും പുത്രിയുമാണ് അല്ലേ. അപ്പോൾ ചോദിക്കണം, അപ്പനോട് ചോദിക്കണം, എൻ്റെ ആവശ്യങ്ങൾ അപ്പനോട് പറയണം, അപ്പൻ തരും. ഇവിടെ എന്താണ്? ഇവിടെ കുറച്ചും കൂടെ ലെവൽ മാറി. ഇത് അഭിഷിക്തനാണ്, ദൈവത്തിൻ്റെ അഭിഷിക്തനാണ്, ദൈവത്തിൻ്റെ വേല ചെയ്യുക അല്ലേ. ദൈവത്തിന് വേണ്ടിയാണ് പുള്ളി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് പുള്ളി ചോദിക്കാതെ തന്നെ പുള്ളിയുടെ ആവശ്യങ്ങളിലേക്ക് ആരിറങ്ങി വന്നു? ദൈവം ഇറങ്ങി വന്നു. അതാണ് ഇതിൻ്റെ രണ്ട് തലം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓർക്കുക, ഈ പുള്ളി ആരായിരുന്നു? നമ്മുടെ ഈ കേസ് കൊടുത്ത പുള്ളി ആരായിരുന്നു? ദൈവത്തിൻ്റെ അഭിഷിക്തനായിരുന്നു അല്ലേ. അപ്പോൾ ശരിക്കും ദൈവത്തിൻ്റെ അഭിഷിക്തനായിരുന്നു ആണെങ്കിൽ പുള്ളി ഒന്നും ചോദിക്കണ്ട, ദൈവം പുള്ളിക്ക് വേണ്ടതൊക്കെ ഒരുക്കി കൊടുക്കും അല്ലേ. അപ്പോൾ പുള്ളി അതിൽ വിശ്വസിക്കാത്തത് കൊണ്ടാണ് പുള്ളിക്ക് എങ്ങോട്ട് പോകേണ്ടി വന്നത്? കോടതിയിൽ പോകേണ്ടി വരികയും അതിനകത്ത് ദയനീയമായി പരാജയപ്പെടേണ്ടിയും വന്നത്. ഓക്കെ, ബാക്കി കേസ് അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ പുള്ളിനെ അടിച്ചു, അധിക്ഷേപം നടത്തി എന്നുള്ളത് അവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഈ ജാതിയുടെ പേരിലുള്ള എന്താ പറയുക, ഒരു ആനുകൂല്യം മാത്രമാണ് കോടതി നിഷേധിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ആത്മീയ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. ഇനി നമ്മൾക്ക് മത്തായിയുടെ സുവിശേഷത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ മത്തായിയുടെ സുവിശേഷം 7:7 അവിടെ പറഞ്ഞു വെച്ചിരിക്കുക. എന്താ പറഞ്ഞിരിക്കുന്നത്? യാചിക്കുവിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് ലൂക്കോസിൻ്റെ സുവിശേഷം, അത് 11:9 അതിനകത്തോട്ട് വന്നു കഴിയുമ്പോഴും ഇതേ വാക്യം തന്നെ റിപ്പീറ്റഡ് ആയിട്ടിരിക്കുക. അവിടെയും പറഞ്ഞിരിക്കുക, യാചിക്കുവിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ദൈവത്തോട് ചോദിക്കണം, നമ്മളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയണം. പറയുമ്പോഴാണ് ദൈവം നമ്മളുടെ ആവശ്യങ്ങളിലേക്ക് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി അഭിഷിക്തന്മാരുടെ ആകുമ്പോൾ അത് കുറച്ചും കൂടെ ലെവൽ മാറും. അവർ ചോദിക്കണ്ട എന്നല്ല, അവർ ചോദിക്കണം, പക്ഷേ അവരുടെ ആവശ്യങ്ങളിലേക്ക് അവർക്ക് വേണ്ടത് ഉണ്ണാനും ഉടുക്കാനും ഉള്ളതൊക്കെ ദൈവം ഒരുക്കി കൊടുക്കും. ബാക്കി ആവശ്യങ്ങളൊക്കെ അവരും ചോദിച്ചോണം. പക്ഷേ ഇവിടെ മകനും മകളെ എന്ന പദവിയിൽ നിൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ദൈവത്തോട് ചോദിക്കണം അല്ലേ. നമ്മുടെ വീട്ടിൽ അങ്ങനെയല്ലേ, നമ്മുടെ അപ്പനോടും അമ്മയോടും അല്ലേ നമ്മൾ പറയും, ഇന്ന് കോളേജിൽ ഇത്ര ഫീസ് കിട്ടാനുണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ ആവശ്യങ്ങൾ നമ്മൾ പറയും, ഒരു ലോൺ അടിക്കാനുണ്ട്, എൻ്റെ കയ്യിൽ പൈസ ഇല്ല, കുറച്ചുണ്ടെങ്കിൽ തരാമോ, നമ്മൾ ചോദിക്കും അല്ലേ. നമ്മൾ ചോദിക്കാതെ അവരെങ്ങനെ അറിയുന്നത്? അവരറിയത്തില്ല, നമ്മൾ ചോദിച്ചാലേ അവർക്ക് അറിയത്തുള്ളൂ. പക്ഷേ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് എല്ലാം അറിയുന്നുണ്ട്. പക്ഷെ നമ്മൾ ചോദിക്കണം, ചോദിച്ചാലേ ദൈവം തരത്തുള്ളൂ. അത് ദൈവത്തിൻ്റെ ഒരു സ്വഭാവമാണ് കേട്ടോ. കാരണം മക്കൾ ചോദിക്കണം ചിലതൊക്കെ. അതുകൊണ്ട് അന്ന് എനിക്ക് അതിൻ്റെ അർത്ഥം, എനിക്ക് പിന്നെ ഇതും അതും കൂടി ഒന്നിങ്ങനെ ധ്യാനിച്ചപ്പോഴേ എനിക്കതിൻ്റെ അർത്ഥം പിടികിട്ടിയത്. കാരണം മക്കൾ ചിലതൊക്കെ ചോദിക്കണം. അതാണ് അപ്പൻ്റെ ഒരു എന്താ പറയുക, രീതി അങ്ങനെയാണ്. അതുകൊണ്ട് മത്തായിയുടെ സുവിശേഷം, ലൂക്കോസിൻ്റെ സുവിശേഷത്തിലൊക്കെ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന യാചിക്കുവിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അന്ന് കേട്ട ശബ്ദവും അത് തന്നെ. മക്കളെങ്കിൽ അവകാശികളുമാണ്, നീ ചിലതൊക്കെ എന്നോട് ചോദിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടി കണക്ട് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മൾ ചിലതൊക്കെ ദൈവത്തോട് ചോദിക്കണം. ചോദിച്ചില്ലെങ്കിൽ ചിലതൊക്കെ നമ്മൾക്ക് ലഭിക്കാതിരിക്കും. അതുകൊണ്ട് നമ്മൾ ചോദിക്കണം. ഇന്ന് നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഒരുപാട് ഒന്നും നിങ്ങൾക്ക് കിട്ടാതെ പ്രാർത്ഥിച്ചിട്ടും കിട്ടാതിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ ജീവിതത്തിൻ്റെ മുൻപിലുണ്ടെങ്കിൽ ഈ വചനം മത്തായിയുടെ സുവിശേഷം 7:7 അല്ലെങ്കിൽ ലൂക്കോസിൻ്റെ സുവിശേഷം 11:9 ഇവിടെയൊക്കെ നിങ്ങളൊരു പേപ്പറിൽ എഴുതി വെക്കും. ആ വചനം എഴുതി വെക്കുക. എന്നിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ അവിടെ എഴുതി വെക്കും. അവിടെ ദൈവം അതിനകത്ത് പ്രവർത്തിക്കുന്നത് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. ഇനി ഓർക്കുക, എഴുതി വെച്ച പാടെ കിട്ടുമെന്നല്ല, നമ്മളുടെ ആവശ്യത്തിൻ്റെ സമയം ഏതാണെന്ന് അറിയാം ദൈവത്തിന്. കറക്റ്റ് സമയം ആർക്കറിയാം? ദൈവത്തിനറിയാം. ഓക്കെ, അതുകൊണ്ട് ആ കറക്റ്റ് സമയത്ത് ദൈവം തന്ന് നമ്മളെ മാനിക്കുവാനായിട്ട് ഇടയാകും. അതുകൊണ്ട് നമ്മൾ ദൈവത്തോട് ചോദിക്കുക. നമ്മൾ ഇട്ടിട്ട് പോകുന്ന ജാതിയുടെ ആനുകൂല്യത്തിന് വേണ്ടിയിട്ടും അതിന് വേണ്ടിയിട്ടും ഇതിന് വേണ്ടിയിട്ടും എന്ന് വെച്ചാൽ ഇട്ടിട്ട് പോകുന്നതിനകത്തോട്ട് നമ്മൾ തിരിഞ്ഞു നോക്കിയിട്ട് അവിടുത്തെ ആനുകൂല്യങ്ങൾ പറ്റുവാൻ വേണ്ടിയിട്ട് നമ്മൾ പോകണ്ട. അതിൻ്റെ അർത്ഥം നമ്മൾ അതിൽ തന്നെയാണ് കിടക്കുന്നതെന്നല്ലേ അതിൻ്റെ അർത്ഥം അല്ലേ. നമ്മളൊരു ഒരെണ്ണം വിട്ടിട്ട്, ഒരു ജാതി വിട്ട് നമ്മൾ ഇതിനകത്തോട്ട് വന്നുവെങ്കിൽ നമ്മൾ വീണ്ടും അതിൻ്റെ പുറകെ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മളത് വിട്ടിട്ടില്ല എന്നല്ലേ ചുരുക്കം. പിന്നെ നിനക്ക് ഇവിടുത്തെ അനുഗ്രഹം കിട്ടുമോ? ഇല്ല, നീ അത് വിടാത്തത് കൊണ്ടാണ് ഇവിടുത്തെ അനുഗ്രഹം നിനക്ക് കിട്ടാത്തത്. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ അതിൻ്റെ അടിയിലുള്ള കമൻറ്റുകൾ ഞാൻ വായിച്ചു. അപ്പോൾ അവർ പറഞ്ഞിരിക്കുക, എത്രയോ പേര് ഇങ്ങനെ ഭയങ്കര ദുരിതത്തിലൂടെ കടന്നു പോകുന്നുണ്ടെന്ന്. ഉണ്ടെന്നേ, നീ അത് വിട്, അന്നേരം നിനക്ക് ഇതിനകത്തെ ആനുകൂല്യം കിട്ടത്തുള്ളൂ. നമ്മുടെ നിയമവും അങ്ങനെ തന്നെയല്ലേ. രണ്ടെണ്ണത്തിൻ്റെ ഒരുപോലത്തെ ആനുകൂല്യം കിട്ടുമോ? കിട്ടത്തില്ല. ഓർക്കുക, നമ്മളുടെ ദൈവം നിയമം വിട്ടിട്ടൊന്നും കളിക്കുന്ന ദൈവമല്ല. അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ദൈവമല്ല. അതുകൊണ്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, നിൻ്റെ രാജ്യത്തിൻ്റെ അധികാരിക്കും ഒക്കെ നമ്മളോട് കീഴടങ്ങിയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിയമങ്ങളൊക്കെ നമ്മൾ അനുസരിക്കേണ്ടവർ തന്നെയാണ്. അത് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ നമ്മൾക്ക് ഇവിടുത്തെ അധികാരികൾ പോലും രണ്ട് ജാതിയുടെ ആനുകൂല്യം നമ്മൾക്ക് തരത്തില്ല എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നമ്മൾക്കത് തരുമോ?
തരത്തില്ല. അതുകൊണ്ട് നീ ഒന്ന് വിട്ടിട്ട് നീ സ്വർഗരാജ്യത്തിൻ്റെ പൗരത്വം സ്വീകരിക്കും. അപ്പോൾ ഈ പൗരത്വം സ്വീകരിച്ചു കഴിയുമ്പോൾ സ്വർഗത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും, ആത്മീയ ഭൗതിക അനുഗ്രഹങ്ങളെല്ലാം ദൈവം നമ്മൾക്ക് ഒരുക്കി തരുമെന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുക. ഇത് വലിയൊരു മർമ്മമാണ്. ഞാനൊന്ന് ലളിതമാക്കി അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. കുറച്ച് എന്താ പറയുക, ലളിതമാക്കി ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളിതിൻ്റെ മർമ്മം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അപ്പോൾ ദൈവം നമ്മളെ മറ്റൊരു ലെവലിലേക്ക് കൊണ്ടുപോകുന്നത് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഓർക്കുക, ഇതിൻ്റെ എൻ്റെ മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചോദിക്കുക. നമ്മൾ ചോദിക്കുമ്പോഴാണ് ദൈവം ചിലതൊക്കെ നമ്മൾക്ക് തരുന്നത്. ദൈവം അറിയാഞ്ഞിട്ടല്ല. ലേഖനത്തിലല്ലേ നമ്മൾ പൗലോസ് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അർപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാം ദൈവത്തിന് അറിയാം. പക്ഷെ അവിടെയും പറഞ്ഞിരിക്കുന്നത് ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അർപ്പിക്കണം എന്ന് വെച്ചാൽ ആവശ്യങ്ങൾ നമ്മൾ ദൈവത്തോട് പറയണം, നമ്മൾ ചോദിക്കണം. അപ്പോഴെന്താണ്, ദൈവം നമ്മൾക്കത് തരുവാനായിട്ട് ഇടയാകും. അല്ലാതെ നമ്മൾ ഈ ദൈവത്തോട് ചോദിക്കാതെ നാട്ടുകാരുടെ പുറകെ, ജാതിയുടെ ആനുകൂല്യത്തിനെ പുറകെ പോയി കഴിഞ്ഞാൽ ദൈവം അതിനകത്ത് ഇടപെടത്തില്ല കേട്ടോ. കാരണം ദൈവത്തിന് അങ്ങനെ കുറച്ചുണ്ട്. ദൈവം എന്താണ്, കറക്റ്റായിട്ട് ഡിസിപ്ലിനിൽ പോകുന്ന ഒരു ദൈവമാണ് നമ്മളുടെ ദൈവം. അത് നമ്മൾ തിരിച്ചറിയണം. ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു വിശേഷതയത്. ദൈവം ഡിസിപ്ലിൻ പാലിക്കുന്ന ദൈവമാണ്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ആ ഒരു ലെവലിലേക്ക് പോകുവാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് പഴയ ആനുകൂല്യങ്ങളിലേക്ക് പോകണ്ട. ഇനി ജാതി അധിക്ഷേപം, എന്ത് ജാതി അധിക്ഷേപം അങ്ങനെ പറയുന്നവരോട് അങ്ങ് പറഞ്ഞാൽ മതി, എടോ ഞാനിപ്പോൾ അതിനകത്തല്ല, ഞാൻ രാജകീയ പുരോഹിത വർഗമാണ്, ഞാൻ ദൈവത്തിൻ്റെ മകളാണ്, ദൈവത്തിൻ്റെ മകനാണ്. ഇനി അതിനകത്തെ പറഞ്ഞിട്ട് എനിക്കെന്താ? ഇനി അവർ പറഞ്ഞ അവിടെ കിടന്നുണ്ടെങ്കിൽ പറയട്ടെ, നമ്മൾ മൈൻഡ് ചെയ്യാതെ ഇരുന്നാൽ പോരെ. ഉപദ്രവിക്കാൻ വന്നാൽ അതിന് നമ്മൾ നിയമപരമായി നേരിടണം. അതൊക്കെ വേറെ വിഷയം. ഓക്കെ, ഇനി ജാതി അധിക്ഷേപം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പോകേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലേ. കാരണം നമ്മുടെ പൗരത്വം, നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കൊരു പുതിയ പൗരത്വം കിട്ടി. ഏതാ കിട്ടിയത്? സ്വർഗത്തിലെ പൗരത്വം നമുക്ക് കിട്ടിക്കഴിഞ്ഞു എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ഇനി ഫൈനലി ഞാൻ ഒന്നും കൂടെ പറയട്ടെ, നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കത്തില്ല. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കുക. നമുക്കൊക്കെ പറയാനില്ലേ ഒരുപാട് സാക്ഷ്യങ്ങൾ. നമ്മളെയൊക്കെ ദൈവം പോറ്റി പുലർത്തിയില്ലേ. പലപ്പോഴും നമ്മൾ എവിടെയെങ്കിലും ഞെരുക്കവും കഷ്ടങ്ങളും വന്നത് എപ്പോഴൊക്കെയാണ്? നമ്മൾ ഒന്നെങ്കിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോയി കഴിയുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വഴി വിട്ട് വേറെ വഴികളിലൂടെ നടന്നു കഴിയുമ്പോൾ അല്ലേ. അല്ലാതെ ഒന്നും നമ്മളുടെ ജീവിതത്തിൽ ഒരു ഞെരുക്കവും ഇടുക്കവും വന്നിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുക. കാരണം പഴയ കാലത്തെ നമ്മളുടെ അപ്പച്ചന്മാരോ അമ്മച്ചിമാരോ എടുത്ത് അവരൊക്കെ ഒത്തിരി കഷ്ടങ്ങളിലൂടെയും ദുരിതത്തിലൂടെയും വന്നതാണ്. പക്ഷേ അവരും വില മുടക്കിയത് കൊണ്ട് ഇന്ന് നമ്മൾക്ക് അത്രയും വില മുടക്കേണ്ട ആവശ്യം നമ്മൾക്ക് വന്നിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ ഉറച്ച് വിശ്വസിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക, ഇരു തോണിയിൽ കാല് ചവിട്ടാതിരിക്കുക. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.